മെൽമിൽ മ്യൂസിലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇതാണ് ഞങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ പോർക്ക് കറി, ആസാമി പോർക്ക് കറി. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാവും ഈ റെസിപ്പി. ഇഷ്ടമായ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരി വൺ. ആസാമി പോർക്ക് കറി റെഡിയാക്കാൻ വേണ്ടി കുഴുവുള്ള ചീൻചട്ടി അടുപ്പിൽ വെച്ചു. ചീൻചട്ടി ചൂടായി വരുന്നു. ഒരു ബൗള് കടുകെണ്ണ ഒഴിക്കുന്നു. ഒരു ബൗൾ കടുകെണ്ണ ഒഴിച്ചു. അപ്പോൾ മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണയാണ് നമ്മൾ ആസാമി പോർക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ബൗള് കടുകെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുന്നു. കടുകെണ്ണ ചൂടായി വരുന്നു. കടുകെണ്ണ ആയതുകൊണ്ട് ചൂടാകാൻ ഇച്ചിരി കൂടുതൽ സമയം എടുക്കും. നന്നായിട്ട് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുകെണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലോട്ട് 4 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഇട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ആകണം. നന്നായിട്ട് സവോള കടുകെണ്ണയിൽ കിടന്ന് നന്നായിട്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ പോർക്ക് ആയതുകൊണ്ടാണ് കടുകെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. അത് സ്പെഷ്യൽ ടേസ്റ്റാണ്. പോർക്ക് കറി ഉണ്ടാക്കി കഴിയുമ്പോഴേ നല്ല ടേസ്റ്റാണ് കടുകെണ്ണയിൽ. അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഇന്ന് ആസാമി പോർക്ക് കറി വെക്കുന്നത്. 5 മിനിറ്റ് നേരം ഇരുന്ന് നന്നായിട്ട് ചൂടാകട്ടെ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 3 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. മൂന്ന് ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിയണേ. ഇട്ട് കൊടുത്തു. 3 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വാടിക്കൊടുക്കണം. നന്നായിട്ട് വാടിക്കിട്ടട്ടെ. നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇത് പെട്ടെന്ന് വാടുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ആയിട്ടോ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിക്കും. ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. പച്ചപ്പ് നന്നായിട്ട് മാറിക്കിട്ടട്ടെ. നന്നായിട്ട് അങ്ങ് ഇളക്കി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പോർക്ക് കറി നമുക്ക് ഇനി മസാലയൊക്കെ ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിനടുത്തോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാണിച്ചേ. ഇട്ടോ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. കാണിച്ചു കൊടുത്തേ. ഇട്ടോ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. 2 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് ഇളക്കി കൊടുത്തു. ചേട്ടൻ കരിഞ്ഞു പോകരുത് അരപ്പ്. അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇനി നമുക്ക് അടുത്തത് മീറ്റ് മസാല 2 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തേ. അതല്ല മീറ്റ് മസാല. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തു.
ആ ഇനി ഇതിട്ട് കൊടുത്ത് ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് നമ്മളെ നന്നായിട്ട് ആ അരപ്പം ഒഴിച്ചിട്ട് ഇനി ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ജിഞ്ചർ ഗാർലിക് ഇട്ട് 3 ടേബിൾ സ്പൂൺ, അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കും. നന്നായി മിക്സ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ കുറച്ച് വെക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് ആ മസാലയുടെ ആ ഇതൊക്കെ ഒന്ന് മാറി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ പച്ചപ്പൊന്ന് മാറണം. തീ കുറച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. മസാല ഇടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഫ്ലെയിം വളരെ കുറച്ചേ വെക്കാവുള്ളൂ. നന്നായിട്ട് ആ മസാലയുടെ ആ വെള്ളച്ചൊവ അങ്ങ് മാറട്ടെ. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെയും ആ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ചൂടാകട്ടെ. നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് ഉടച്ച് ശരിക്ക് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് ഉടയട്ടെ. നമ്മുടെ എല്ലാ പച്ചപ്പും അങ്ങോട്ട് മാറി. ഇനി 1 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ചെറിയ ഗ്ലാസ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മസാല അങ്ങോട്ട് ഇളകട്ടെ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നല്ല സുന്ദരനായിട്ടുള്ള ഇളക്കി കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ലേശം ഒന്ന് ചൂടായിക്കോട്ടെ, തിളച്ചോട്ടെ. ലേശം മൂടി വെച്ചോ, അടപ്പ് വെച്ച് മൂടി വെച്ചോ. അരപ്പ് തിളച്ച് വരുന്നുണ്ട്. അരപ്പ് കുമ്പള ഒന്നും കൂടെ ഇളക്കി കൊടുത്തേ. നല്ല അരപ്പ് നല്ല റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ പാറ്റിയത് നല്ലതായിട്ട് തിളച്ച് നല്ല പൂർവ്വം പോകായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. പോർക്ക് നിങ്ങളെ കാണിക്കും കേട്ടോ. കഴുകി വാരി വെച്ചിരിക്കുന്ന 2 കിലോ പോർക്കാണ്. 2 കിലോ പോർക്ക് കണ്ടോ, നല്ല വൃത്തിയായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ഒരു സൈഡ് ചേർത്ത് ഇട്. കൈ കൊണ്ടുപോയി അതൊക്കെ ഇട്ട് കൊടുത്തു. കണ്ടോ, ഇതാണ് നമ്മുടെ ആസാമി പോർക്ക് കറി. കണ്ടോ, നമ്മുടെ അരപ്പ് വേറെ കണ്ടോ. ഇനി വെന്ത് വരുമ്പോൾ എന്നാ ടേസ്റ്റ് ആയിരിക്കുമെന്ന് അറിയാമോ. ഇട്ട് കൊടുക്കും. 2 കിലോ പോർക്ക് ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറേശ്ശെ പതുക്കെ നന്നായിട്ട് മിക്സ് ആകട്ടെ. ഇങ്ങനെയായിട്ട് നന്നായിട്ട് ഇളക്കി അടിയിൽ നിന്ന് നന്നായിട്ട് അരപ്പ് ശരിക്ക് അരപ്പ് എല്ലായിടത്തും അങ്ങ് പിടിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഒരു ഫ്രൈ ആകട്ടെ. ഇങ്ങനെ ഇരുന്ന്
നന്നായിട്ട് അങ്ങ് വേട്ടെ. നന്നായിട്ട് അടിയിൽ അരപ്പ് ഇളകാണ്ട്. അങ്ങനെ 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 ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ നന്നായിട്ട് എല്ലാവരും അങ്ങോട്ട് വരും കേട്ടോ. ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നാ ടേസ്റ്റാന്ന് പറയാം നമ്മുടെ ആസാമി പോർക്ക് കറി. പോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പെടയ്ക്കണം, സൂപ്പർ ടേസ്റ്റായിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. നന്നായിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആകട്ടെ. മൂടി വെച്ചേര് അടപ്പെടുത്ത് മൂടി വെക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അടപ്പെടുത്ത് മൂടി വെക്കുക. പയ്യെ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഒരു 10 മിനിറ്റോളം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് ഫ്രൈ ആകട്ടെ. നന്നായിട്ട് അവനങ്ങോട്ട് വേകട്ടെ. നന്നായിട്ട് വേകട്ടെ. ഇങ്ങനെ 2 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണേ, കടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി മൂടി വെച്ചേ. നമുക്കൊന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. ഇളക്കിക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് നമ്മുടെ പോർക്ക് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആസാമി നന്നായിട്ട് ഇളക്കി കൊടുത്തേ. 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല അടി പിടിക്കും. നന്നായിട്ട് ഇളകട്ടെ. ഇനി മൂടി വെച്ചു. നന്നായിട്ട് ഇളകി കഴിഞ്ഞാൽ മൂടി വെക്കാം. ഇട്ടിട്ട് തന്നെ ഇരുന്നാണ്. 2 മിനിറ്റിന് ശേഷം അടുപ്പ് തുറക്കുന്നു. 2 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നല്ലതായിട്ട് വെന്ത് കിട്ടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തു. നന്നായിട്ട് വേകട്ടെ. നന്നായിട്ട് പോർക്കാകുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് വേകണം. നന്നായിട്ട് അതൊക്കെ അങ്ങോട്ട് പേടിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൊത്തം അടി ഇളകി കിട്ടിയില്ലേ? അടിയിലോട്ട് അരപ്പ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ശരിക്കും അങ്ങോട്ട് അടിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു. ഇനി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടിരുന്ന് വേകട്ടെ. ഇത് കഴിഞ്ഞ് ഒന്നും കൂടെ തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തേ. നിങ്ങൾ അടിയിൽ പിടിക്കാതെ 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ.
നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. നന്നായിട്ട് വേകട്ടെ. പോർക്കാകുമ്പോൾ നന്നായിട്ട് ശരിക്ക് വേകണം. നന്നായിട്ട് വേകട്ടെ. അടിയിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് ഇളകട്ടെ. അടി പിടിക്കരുത്. ഇനി 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് തിളച്ച വെള്ളം. 1 കപ്പ് വെള്ളം ഇവിടെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച 1 കപ്പ് വെള്ളം കാണിച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് പറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇത് പറ്റി വരുമ്പോൾ നമ്മുടെ ആസാമി പോർക്ക് റെഡിയാവും. നന്നായിട്ടൊന്ന് വെന്തേച്ചാൽ മതി. ഇനി പോർക്ക് അതിനാവശ്യത്തിനുള്ള വെള്ളവും തിളപ്പിച്ച വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കണം. അതിന് ശേഷം തിളപ്പിച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ചെറിയ കപ്പ് കണ്ടല്ലോ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. അതിന് ശേഷം ചാറ് പറ്റി കുറുകി കഴിയുമ്പോൾ നന്നായിട്ട് വേവുന്നതായിരിക്കും നമ്മുടെ ഈ പോർക്ക്. പാത്രം എടുത്ത് എന്ത് ചെയ്യുക, അടച്ചു വെച്ചേച്ചാൽ നമുക്ക് ഇളക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ 2 മിനിറ്റ് കൂടുമ്പോൾ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്താ നന്നായിട്ട് ഇത് വറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ആസാമി ചാറ് കുറുകി കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് നമ്മുടെ പോർക്ക് റെഡിയാവുന്നതായിരിക്കും. കറി റെഡിയാവുന്നതായിരിക്കും. ഉണ്ടോ നന്നായിട്ട് പോർക്കായിട്ട് നല്ല 10-20 മിനിറ്റ് നന്നായിട്ടിരുന്ന് വേകട്ടെ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ്. അടി വരെ ചെല്ലണം നന്നായിട്ട്. ഇനി ഒന്ന് മൂടി വെച്ച് അടപ്പിനെ മൂടി വെച്ച് 2 മിനിറ്റ് നമുക്ക് വീണ്ടും ഇളക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കി, ഉപ്പ് നോക്കി വെച്ചാൽ ഉപ്പ് ഓക്കെ ആണോ നോക്കിക്കേ. സ്പൂൺ നോക്കിയേ ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണ്ടവർക്ക് ഇടും. നമ്മൾ ഇട്ട ഉപ്പ് കറക്റ്റാണ്. അതൊന്ന് മൂടി വെച്ചേര് വേട്ടെ. അടുപ്പ് തുറന്നു നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കും. അതേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ചാറ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നല്ല ചൂട് നല്ലതായിട്ട് ചാറ് കുറുകി വരുമ്പോൾ നമ്മുടെ ആസാമി പോർക്ക് കറി റെഡിയാവുന്നത്. പോർക്ക് നല്ല ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇത് ഞങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യലാണ്. ഈസ്റ്റർ സ്പെഷ്യൽ പോർക്ക് കറി. നമ്മൾ ഇതിനു മുമ്പ് ഒരു പോർക്ക് കറി വെച്ചിട്ടുണ്ട്. അത് വേറെ സ്റ്റൈലാണ്. ഇത് നമ്മുടെ ആസാം സ്റ്റൈലാണ് വെച്ചിരിക്കുന്നത്. ആഹാ അടിപൊളി ഈസ്റ്റർ സ്പെഷ്യൽ പോർക്ക്. നന്നായിട്ട് പോർക്കായാലും നന്നായിട്ട് ശരിക്ക് വേകണം. നല്ല തട്ടിപ്പൊത്തി വെച്ച് ഒന്നും കൂടെ മൂടി വെക്കാം. മൂടി വെച്ചോ. പോർക്ക് കറി അല്ലേ നന്നായിട്ട് പറ്റി തിളച്ച് നന്നായിട്ട് വെന്ത് വരുന്നുണ്ടോ. നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. എന്താ അടിപൊളിയാവുന്നുണ്ട്. അടിപൊളിയായിട്ട് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസാമി പോർക്ക് കറി ഇതാ ഈസ്റ്റർ സ്പെഷ്യലായി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ അടിപൊളി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കരുത്. ഈ സമയത്ത് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 4 ഇതൾ കരിവേപ്പില എടുത്ത് നന്നായിട്ട് ഇതിന് മേളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ 4 ഇതൾ നല്ല ഫ്രഷ് കരിവേപ്പില ഇട്ട് കൊടുത്തേ. ഇട്ട് കൊടുക്കും.
ആഹാ, കരിവേപ്പില അത് ഭംഗിക്കും നല്ല ടേസ്റ്റും കൂടെ. നമ്മുടെ ആസാമിയുടെ കൂടെ നമ്മുടെ കേരള നല്ല നാടൻ കറിവേപ്പില, പച്ച കറിവേപ്പിലയും കൂടെ കൈ കൊണ്ടാ സൂപ്പറാണ്. കളറിനും ടേസ്റ്റിനും കൊടുക്കും. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്, ഈസ്റ്റർ സ്പെഷ്യൽ. ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തേ, നന്നായിട്ട്. നല്ല ചാറ് നല്ല കുറുകി വരുന്നുണ്ട്. ആസാമി പോർക്ക് കറി ഈസ്റ്റർ സ്പെഷ്യൽ. ആഹാ, ഇത് കപ്പയും കൂട്ടി കഴിച്ചാണ്ടല്ലോ, കപ്പ അല്ലെങ്കിൽ കപ്പയും പന്നിയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് അല്ലേ? അതല്ലേ ഇപ്പം പന്നിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നല്ല ചെണ്ടൻ കപ്പ പന്നിക്കറിയും കൂടെ ഉണ്ടായിട്ടല്ലോ, പിന്നെ ഈ ഈസ്റ്റർ സൂപ്പർ. എന്താ നല്ല വേവായി വരുന്നു, കറി റെഡിയായി വരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുത്തേ. 10 മിനിറ്റ് കൂടുമ്പം ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. പന്നിക്കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ആസാമി പന്നിക്കറി റെഡിയായിരിക്കുന്നു. പന്നിക്കറി ഉണ്ടാക്കുമ്പോൾ അധികം മസാലയും കൂടിപ്പില്ല. ആ പന്നിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. പന്നിയുടെ യഥാർത്ഥ ആ പോർക്കിൻ്റെ ടേസ്റ്റ് കിട്ടണം. അതുപോലത്തെ അടിപ്പ് സൂപ്പർ കറി. കളറ് കണ്ടോ? കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ ആ ടേസ്റ്റ് നല്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിക്കുക. എണ്ണ, കടുകെണ്ണ ഉപയോഗിക്കുക. വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പോർക്ക് കറിയാണ്. ഉപ്പൊക്കെ നോക്കുക. നന്നായിട്ട് തിളച്ച് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ തിളപ്പിന് തന്നെ നിന്ന് വേകട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്ന നല്ല വേവ് വേണം. ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റിലും ഇരുന്ന് വേകണം. ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേകാനുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേകാനുണ്ട്. അപ്പോൾ ഒരു 45 മിനിറ്റ് ഇരുന്ന് ശരിക്കും വേകണം. പോർക്കെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചാറ് വറ്റി വരുന്നുണ്ട്. നന്നായിട്ട് വെന്താലേ ആ ടേസ്റ്റും അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലത്. നന്നായിട്ട് വേകണം. നല്ല ആസാമി പോർക്ക് കറി നന്നായിട്ട് വറ്റി കുറുകി വരുന്നുണ്ട്. കുറേ നേരം കൂടി ഇരുന്ന് ഒരു 10-15 മിനിറ്റും കൂടി ഇരുന്ന് നന്നായിട്ട് വേകട്ടെ. കറി റെഡിയായി വരുന്നു. പോർക്ക് കറി കണ്ടോ? അതേ നന്നായിട്ട് നല്ല ചാറ് നല്ല കുളമ്പ് പോലെ വരുന്നത് നല്ലതായിട്ട് കുറുകി വരുന്നു. റെഡിയായി വരുന്നുണ്ട് കണ്ടോ? ആസാമി പോർക്ക് കറി നല്ല വേവ് വേണം. 3/4 മണിക്കൂർ മിച്ചം ഇരുന്ന് കുറച്ചും കൂടെ ഇനി പറ്റണം. നമ്മൾ ശരിക്ക് വേവിച്ചിട്ടേ ഉള്ളൂ എടുക്കുന്നുള്ളൂ കണ്ടോ? നന്നായിട്ട് വേകട്ടെ. നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ആസാമി പോർക്ക് കറി നന്നായിട്ട് ചാറൊക്കെ പറ്റി 1 മണിക്കൂർ എടുത്ത് ഇത് ശരിക്ക് വേകാൻ. ഒന്ന് ഇളക്കി കൊടുത്തേച്ചാ ഇളക്കിക്ക്. ഉണ്ടോ? നമ്മുടെ നന്നായിട്ട് കുറുകി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് ബൗളിനകത്താക്കി അച്ചായൻ ടേസ്റ്റ് ചെയ്ത് എല്ലാ പ്രാവശ്യത്തെ പോയിട്ട് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് അച്ചായൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നന്നായിട്ട് ഇളക്കി സൈഡ് നല്ല ഡ്രൈ ഗ്രേവിയാണ് ആസാമി പോർക്ക് കറിക്ക്. നല്ല നെയ്. അടിപൊളി. നമ്മളിത് ബൗളിനകത്തോട്ട് മാറ്റി കഴിക്കാം. മതി.
അടിപൊളി കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. ഉപ്പും എല്ലാം ഭാഗത്തിനും എരിവ് ഭാഗത്തിനും ആസാമി പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റർ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റും നല്ല വെറൈറ്റി കറിയാണ്. വേറൊരു പോർക്ക് കറി അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് വെറൈറ്റിയാണ്. അത് അച്ചായൻ സ്റ്റൈലാണ്, ഇത് ആസാം സ്റ്റൈലാണ്. അല്ലെങ്കിൽ ധാബ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന, അതായത് നോർത്ത് ഇന്ത്യൻ ധാബ ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പോർക്ക് കറിയാണിത്. ഓക്കെ, അപ്പോൾ ഇനി ഡൈനിങ് ടേബിളിലോട്ട് വെച്ചിട്ട് ബൗളിനകത്താക്കി കാണിക്കാം. ഓക്കേ.